ശ്രീ സുഭാഷ് ചന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ് സുഭാഷ് ചന്ദ്രൻ, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇനി എന്താണ് നമ്മുടെ മുന്നിൽ സാധ്യമായിട്ടുള്ളത്? അരുൺ, ഞങ്ങളെ സംബന്ധിച്ച് ഒരു വളരെ ആശാവഹമായ പുതുവർഷമല്ല, എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. സ്വാഭാവികമായും നിമിഷയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇപ്പോൾ യമൻ പ്രസിഡന്റാണ് ഇതിനകത്ത് ഒരു അസന്റ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും മാപ്പ് നൽകാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ശരിയായ നിയമപ്രകാരം കുടുംബമാണ് ആത്യന്തികമായി ഇതിനകത്ത് മാപ്പ് നൽകണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. ആ കുടുംബം ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം. സംശയം, ഈ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ, അന്തിമമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനി കുടുംബത്തിന് പറയാൻ കഴിയുമോ അതിൽ നിന്ന് പിന്മാറണമെന്ന്? ഞങ്ങൾക്ക് ഈ ശരിയായ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പണ്ഡിതത്തിൽ നിന്ന് ലഭിക്കുന്നത് ഏത് സാഹചര്യത്തിലും, വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പുള്ള ഏത് സാഹചര്യത്തിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നുള്ള ഈ മണി കൈപ്പറ്റിക്കൊണ്ട് മാപ്പ് നൽകാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് ഒരു നോർമൽ ലീഗൽ പ്രൊസീജിയറാണ്. നേരത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ തീരുമാനത്തെ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചുകൊണ്ട് ആ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഒരു പ്രൊസീജിയറൽ മൂവ്മെന്റ് മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് ഈ വധശിക്ഷയുടെ അന്തിമ തീരുമാനം വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും അത് നടപ്പാക്കുന്നതിന് ഇപ്പോൾ സർക്കാരിന് തടസ്സമില്ല അല്ലേ? അതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും യമൻ പ്രസിഡന്റ് ഇതിനൊരു അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അതേസമയം ഈ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച്, എക്സിക്യൂഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കകത്ത് വ്യക്തത വരുത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് ഇതുവരെ ഔദ്യോഗികമായി ഒരു ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് യമൻ പ്രസിഡന്റിന്റെ തീരുമാനം? ഒരു കാര്യം കൂടി, ഈ കുടുംബത്തിന്റെ, കൊല ചെയ്യപ്പെട്ടയാളുടെ കുടുംബവുമായിട്ട് ഇനി എന്തെങ്കിലും സംസാരത്തിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ നേരത്തെയൊക്കെ സമീപിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തെ സമീപിക്കുന്ന സമയത്ത് അവർ ഇക്കാര്യത്തിനകത്ത് അന്ന് ഈ കാര്യങ്ങൾ പ്രാഥമികമായി ചർച്ച നടക്കുന്ന സമയത്ത് ഇത് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന് മുമ്പ് പെൻഡിങ്ങിലായിരുന്നു ഈ കേസ്. അതിനുശേഷം സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ തീരുമാനം വരട്ടെ എന്നുള്ള സമീപനമാണ് എടുത്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുന്ന വ്യക്തികൾക്കായി നമ്മൾ 2 ഘട്ടങ്ങളിലായി 40 ലക്ഷം രൂപ പ്രീ നെഗോസിയേഷൻ എമൗണ്ട് എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് നൽകുകയുണ്ടായി. അതേ സംബന്ധിച്ചുള്ള ഇതുവരെയുള്ള ഒരു വ്യക്തത വരുത്തിയില്ല. ഏത് തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആക്ഷൻ കൗൺസിലിനെ അവർ ഇതുവരെ ധരിപ്പിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 2ാം ഘട്ടമായി 20 ലക്ഷം അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 3 ദിവസത്തിനകത്താണ് ഈ തീരുമാനം വരുന്നത്. ഇപ്പോഴും നമ്മൾ ഇതിനകത്ത് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ഇതിനകത്ത് നിർണായകമായ പങ്കുവഹിക്കാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ ഈ കാര്യത്തിനകത്ത് ഒരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഒരു റിലീഫ് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഒരൊറ്റവരി നോട്ടീസാണ് വന്നിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന്. അതിൽ പറയുന്നത്, കുറിപ്പിൽ പറയുന്നത് സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ്. ഇത് ഞങ്ങൾ ഇതിന്റെ ഡേ 1 തൊട്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കാരണം യമൻ പോലെയുള്ള രാജ്യത്തകത്ത്, മറ്റേതൊരു രാജ്യത്തകത്തായാലും GCC കൺട്രിക്കകത്തായാലും നമ്മളെ സഹായിക്കാൻ വേണ്ടി മലയാളി ഡയസ്പോറകളുണ്ട്. പക്ഷേ യമൻ പോലെയുള്ള രാജ്യത്തിനകത്ത് അവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ വലിയ പരിമിതികളുണ്ട്. അവിടേക്കുള്ള യാത്രാ വിലക്കുണ്ട്. അമ്മയുടെ യാത്ര പോലും ഞങ്ങൾ നടത്തുന്നത് കോടതിയിൽ കേസ് നടത്തിയിട്ട് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് അമ്മയെ ഞങ്ങൾ പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇടപെടാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ ആവശ്യമായ പൂർണ്ണ പിന്തുണ, ആ കുടുംബം ആവശ്യപ്പെടുന്ന ദിയാദനം എത്രയാണോ അത് സമാഹരിച്ച് നൽകാൻ വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കാൻ. താങ്ക് യു സുഭാഷ്. എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട, നമുക്ക് നോക്കാം അവസാന നിമിഷം വരെയും. തീർച്ചയായും ഒരുമിച്ച് തന്നെ അരുൺ ഈ പോരാട്ടം നടത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും തീർച്ചയായിട്ടും ഉണ്ടാവും സുഭാഷ്. കാരണം ഒരു ജീവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുഭാഷ് ചന്ദ്രൻ അഭിഭാഷകനാണ് നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.